ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിങ്ങനെ വെറുതിരിക്കണമായിരുന്നു ഇന്ന്, ബോറടിച്ച്. അപ്പോഴാണ് അടുത്ത വീക്ക് എൻ്റെ കസിൻ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളുണ്ട്. അതായത് ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഡാൻസ് കളിക്കുമല്ലോ. അപ്പോൾ ഡാൻസ് പ്രാക്ടീസും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി അവിടെ ഡാൻസിൻ്റെ പ്രാക്ടീസിൻ്റെ പാട്ടും എല്ലാം നോക്കിക്കൊണ്ടിരിക്കണതാണ്. എന്നെയും കളിപ്പിക്കാനുള്ള പ്രയത്നങ്ങളിലൂടെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നാൽ ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് അല്ലേ, അപ്പം ഇന്നല്ല ഇനി കുറച്ച് ദിവസത്തേക്ക് കുറച്ച് കണ്ടന്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച ആ സ്ഥിതിക്ക് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ് വരെയുള്ളതൊരു കുഞ്ഞ് വീഡിയോ ആക്കി നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാനതൊരു വ്ലോഗാക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ ഇപ്പം ഏതായാലും ഗൈസ് നമ്മൾ നിക്കിവയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് പ്രാക്ടീസും കാര്യത്തിനൊക്കെ ആയിട്ട്. അതിന് മുന്നേ നമ്മ ഓക്സിജനിൽ പോയിട്ട് ചേച്ചി ഫോൺ മേടിക്കാൻ പോണാണ്. ഏത് ഫോണാണ് മേടിക്കുന്നത്? ഐഫോൺ. കാറിൽ വെട്ടില്ലാത്ത സ്ഥിതിക്ക് ദൃശ്യവിനോട് ഡെഡിക്കേഷൻ കൊണ്ട് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മ മിനിമലായിട്ട് വീഡിയോ എടുക്കാനാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മ പോയി ഫോൺ മേടിക്കുന്നതായിരിക്കും. മേടിച്ചാൽ പറ്റിയാ മതിയായിരുന്നു. പറ്റുമായിരിക്കും, പറ്റും. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഫോൺ മേടിച്ചിട്ട് നമുക്ക് പിന്നെ അത് പയ്യനെ കൈക്കലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങാം. ഓക്കെ, ബൈ ഗൈസ്. ഡിസ്റ്റർബിനോട് ആദ്യത്തെ ഐഫോണാണ് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മ പോണ വഴി നമ്മ 7 മണിക്ക് വന്ന് പെട്ടരേ സമയം ചേച്ചിക്ക് അങ്ങനെ ഐഫോൺ മേടിച്ചിരിക്കുന്നു ഗൈസ്. ചേച്ചിയുടെ ആദ്യത്തെ ഐഫോൺ, പച്ച കളർ ഐഫോണാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പൊ ചേച്ചി എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, വീട്ടിൽ പോയിട്ട് ഉപയോഗിക്കണം. ഇയാൾക്ക് എന്റെ തന്നെ മറ്റേ ബാക്ക് അടിക്കണ സംഭവം വലിയ പരിപാടി ഇല്ല. ചെറിയൊരു ടെൻഷൻ ഉണ്ട്, ഐഫോൺ ആയതുകൊണ്ട്. എന്റെ ബാക്കിന് എന്റെ വഴക്ക് പറഞ്ഞിട്ട് ടെൻഷൻ. അപ്പൊ നമ്മള് പിന്നെ എനിക്ക് വേറെ അടുത്തേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇപ്പൊ വിളി വന്നിട്ടിരിപ്പുണ്ട്. അതെ അതെ, എനിക്ക് എത്തി. അപ്പൊ ഇവിടെ എല്ലാരും ഡാൻസ് പ്രാക്ടീസിന്റെ. എപ്പോഴാണ് ചേച്ചിനെ കാണാൻ പോണത്? എയർപോർട്ട്. അങ്ങനെ പറഞ്ഞാലും പോണോന്നാണ്, എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യണമെന്നാണ് അതിന്റെ ഒരു ആചാരം. ഐശു പോയില്ലേ എയർപോർട്ടില്? ചെന്ന കാണാൻ പോയില്ലേ? പോയി എയർപോർട്ട്. ആക്ഷൻ ഇട്ടു, അതെങ്ങനെയില്ല. അവളെന്നെ കൊണ്ട് ഗേറ്റ് തള്ളിച്ച് വീഡിയോ എടുത്ത്. ഗൈസ്, ഇന്നത്തെ പ്രാക്ടീസ് സെഷൻ തീർന്ന് എല്ലാരും അപ്പളേക്ക് ക്യാമറ തിരിച്ചു വീട്ടിൽ പോണേനെ ഗൈസ്. ഇങ്ങോട്ട് വരും, ഒന്ന് വെട്ടുള്ള സ്ഥലത്തിലേക്ക് വരുമോ? അപ്പൊ ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് എല്ലാരും വീട്ടിലേക്ക് പോണേനെ ഗൈസ്. നിങ്ങൾ വ്ലോഗ് കാണുമ്പോൾ ഞങ്ങൾ സുന്ദരികളായിരിക്കും. ഇല്ല, അടുത്ത വ്ളോഗിലും പ്രാക്ടീസ് തന്നെയാണ്. ബിന്ദമ്മായി എൻഗേജ്മെന്റ് പ്രമാണിച്ച് സുന്ദരിയായിട്ട് വന്നിരിക്കുന്ന ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി വീട്ടിലേക്ക്. രണ്ടാമത്തെ ദിവസമാണ്, നാളെയാണ് പരിപാടി. അപ്പം വീഡിയോ ക്ലാരിറ്റി കൂടിയത് ഞാൻ പറഞ്ഞല്ല കഴിഞ്ഞ ദിവസം ചേച്ചി ഐഫോൺ എടുത്ത്. അപ്പം ഞാനത് പൊക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ വാക്ക് പാലിച്ച് ഞാനത് പൊക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രാക്ടീസിനായിട്ട് ചേച്ചി നിശ്ചയിച്ച കളിപ്പുണ്ട്. അച്ചു ഡാൻസ് കളിക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പം അവർ പാട്ടപ്പിക്കൊണ്ടിരിക്കണം ഗൈസ്.
പഴംപൊരിയാണ് ഗൈസ്, കുറെ പഴംപൊരി. അമ്മ ചായയും പഴംപൊരിയും പഴംപൊരി അടയാണ് നമുക്കിന്ന് വൈകിട്ട് കഴിക്കാൻ. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് കുറച്ച് മുന്നെയാണ് സിദ്ധാർത്ഥ് പെണ്ണെത്തിയത്. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്. സിദ്ധു ഡാൻസ് കളിക്കൂലേ? എന്താ കളിക്കാത്ത? അപ്പൊ സിദ്ധു ഡാൻസ് കളിക്കണില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് വേറെ കാര്യങ്ങളിലൊക്കെ കളിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, പ്രാക്ടീസ് സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാരും ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് എല്ലാം സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ചേട്ടനും പഠിച്ചിട്ടുണ്ട്. സർപ്രൈസ് ആണ് ഗൈസ്, എല്ലാരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ചേട്ടൻ കളിക്കണ കാര്യം. എന്നുവെച്ചാൽ പിന്നെ ഇവിടെ കളിച്ചടിച്ച് തലവേദന വരെ കാര്യങ്ങള്. അപ്പൊ നമ്മളിങ്ങനെ ലൈറ്റ്സ് ഓഫ്. ഗൈസ് ഇന്നാണ് നിക്കിബയുടെ എൻഗേജ്മെന്റ്. നമ്മള് റെഡി ആവാനുള്ള തിരക്കിലാണ്. ചേച്ചിയുടെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ ഒരുക്കിയിട്ട് അയാൾ കുളിക്കുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്നെ ഒരുക്കും. അങ്ങനെ നമ്മ ഇന്ന് ഡാൻസ് ഒക്കെ കളിക്കും. ജിൽസില്ല പരിപാടി. അപ്പൊ അതൊക്കെ വേണ്ടിയുടെ അല്ലേ. അപ്പൊ ഗൈസ് നമ്മൾ എപ്പിലേക്ക് പോവാനുള്ളതിന് സെറ്റായിട്ട് നിക്കുവാണ്. ലുക്കൊക്കെ റെഡിയാണ്. അപ്പൊ നമ്മ ഇനി വെന്യൂലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. ചേച്ചിക്ക് ചൂട് പറ്റാത്ത കാരണം കൊണ്ട് നമ്മ ഫാനായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഇപ്പൊ കല്യാണപ്പെന്നെ മാറിപ്പോന്നുള്ള സംശയം വരെ എത്തിയിരിക്കും. അപ്പൊ എല്ലാരും ഒരുങ്ങി. എല്ലാരും ബ്ലൂ ആണ് ഷെയ്ഡ് പറഞ്ഞേക്കണത്. ഞാൻ മാത്രം പക്ഷെ ബ്ലൂ ഉള്ളു സത്യം പറഞ്ഞതിന്. ഇവരൊക്കെ ഏതോ കളറ്. ഞാൻ സത്യസന്ധത പാലിച്ച് സംഭവം ഇത് ചേച്ചിയാണ് എടുത്തെങ്കിലും ഞാനാണ് സത്യസന്ധത പാലിച്ചത്. അപ്പൊ സമയം എല്ലാരും ഒരുങ്ങി നിൽക്കുവാണ്. ഒന്ന് കാണിച്ചു ഒരു ബ്ലൂ പേസ്റ്റ് തീമാണ് എല്ലാവർക്കും കൂടെ ഇട്ടത്. എല്ലാരും സുന്ദരിയായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. Please, let's give them a big round of applause. Wow, what a moment, what a moment. ഗൈസ് അവരുടെ വെഡിങ് കേക്കാണ്. വെഡിങ് അല്ല, എൻഗേജ്മെന്റ് കേക്കാണ്. അതാണ് സിദ്ധു ഇപ്പൊ എടുത്തോണ്ടിരിക്കണത്. നിങ്ങൾക്ക് ഇപ്പൊ കാണാം. നമ്മളിനി കേക്ക് തിന്നാൻ പോണത് ഗൈസ്. നമ്മുടെ ഡാൻസൊക്കെ കളിച്ച് കത്തിയില്ലാതെ ഐശ്വര്യ ബുദ്ധിമതി തന്നെ. ഐശ്വര്യ ബുദ്ധി വിമാനം തന്നെ പൊട്ടിച്ച്. ഗൈസ് നിങ്ങളിത് കാണുക. ഗൈസ് ഇത് കാണുക നിങ്ങൾ. അനുഷ്ക ചേച്ചി ഇത് ഭാവിയിൽ കാണുമ്പോ ഇതും കാണണേ. കേക്കും ഐശ്വര്യ ബുദ്ധി. ദർശവിനെ ഇപ്പൊ ആക്രാന്തത്തോട് തിന്നണം നിങ്ങൾക്ക്. ഞാൻ തിന്നിട്ട് വരാവേ. സോനു ഉണ്ട് ഗൈസ്. കൊറേ കാലമായിട്ട് കണ്ടിട്ടില്ല നമ്മള് സോനുവിനെ. അവിടെ റൊമാൻസ്. ഇന്നത്തെ വ്ലോഗ് നമ്മൾ എൻഡ് ചെയ്യുവാണ്. അപ്പോ ഇവിടെ എല്ലാരും ഉണ്ട്. ഇവിടെ സാധനങ്ങളൊക്കെ പറിച്ചോണ്ടിരിക്കണാണ് ഇപ്പൊ. അതിൽ നമ്മ ഒരു പൂ അടിച്ചു വെച്ചിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഇതെനിക്ക് എന്റെ സ്വന്തം ഒപ്പം കൊണ്ടുവന്ന പൂവാണ് ഗൈസ്. ഇവിടെ എല്ലാരും ക്ഷീണിച്ച് ഇരിപ്പുണ്ട് ഡാൻസ് ഒക്കെ കഴിഞ്ഞ്. ഞാൻ ഒരു ഫോട്ടോ എടുക്കാനുണ്ട്. ഒരു ഫോട്ടോ വ്ലോഗ് എന്റെയാണ്.